5 ദിവസം ഭൂമിയെ സൃഷ്ടിക്കാൻ ദൈവം തിരഞ്ഞെടുത്തു. 6 ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. God created this whole everything around us, the world, everything in 5 days, and on the 6th day He created the humans. മനുഷ്യനെ യോഗ്യമാക്കി ദൈവം ഭൂമിയെ സജ്ജമാക്കി. God first prepared the earth, the world, so that man can be here in this world. അവിടുത്തെ 7-ാം ദിവസം ദൈവത്തെ ആരാധിപ്പാൻ ശബത്ത് ദൈവം പ്രഖ്യാപിച്ചു. And then God ordained 7th day as a day of Sabbath, so that people can worship God. കഴിഞ്ഞ 6 ദിവസവും നമ്മൾ അധ്വാനിച്ചു. And last 6 days we did our hard work. ഈ 7-ാം ദിവസം നമ്മൾ ഇന്ന് ആഴ്ചവട്ടത്തിൽ 1-ാം ദിവസം എന്ന് പറയുമ്പോൾ കാമേ സ്തോത്രം, നമ്മൾ ദൈവത്തെ ആരാധിപ്പാനായി കടന്നു വന്നു. And this is the first day of the week. We came here to worship our God. ഹല്ലേലൂയ. അനേകർ ദൈവത്തെ ആരാധിപ്പാൻ സമയം കണ്ടെത്തുന്നില്ല. And many people, they are not taking time to worship God. എന്നാൽ നമുക്ക് ദൈവം അവസരം തന്നു. But God gave us the opportunity. നമുക്ക് എഴുന്നേൽക്കാൻ ദൈവം കൃപ നൽകി. God gave us the grace to get up from the bed this morning. ആമേൻ സ്തോത്രം. നമ്മുടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, രാവിലെ തോറും നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. Psalm says that in the morning your grace, declare your praises, and in the night your faithfulness is better. പറഞ്ഞാൽ ഇന്ന് രാവിലെ എഴുന്നേറ്റ ദൈവത്തിന്റെ ദയയാണ്. That what does it mean? This morning we got up, it's because of the grace of God. അവൻ ഇന്ന് വൈകിട്ട് വരെ നമ്മൾ നിൽക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. Until today evening God will keep us, it's because of the faithfulness of God. ആമേൻ. എത്രയോ പേര് ഇന്നലെ രാവിലെ കിടന്നുറങ്ങി രാവിലെ കണ്ടില്ല. Many people who went to bed last night, they couldn't see this morning. അതാണ് പാട്ടുകാരൻ പറഞ്ഞ, രാവിലെ ഞാൻ ഉണരുമ്പോൾ അല്ലല്ലേ ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോയി, എന്നാലോ എനിക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി. വാക്ക് ശ്രദ്ധിക്കണേ. എന്നാലോ എനിക്ക് ഒരു നാൾ, ഇന്നൊരു ദിവസം ദൈവം നമുക്ക്. And God gave us one more day. We don't know what will happen tomorrow. ആമേൻ. നാളെ എന്ത് സംഭവിക്കും നമുക്കറിയത്തില്ല. We don't know what will happen tomorrow. ആമേൻ. ഇന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. But we got this today, this moment to worship God. And we are praying God, praising God. Hallelujah. Amen. Hallelujah. Amen. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് Let's all stand up in the presence of God. ഞാൻ മാറുരുകമായി പരമേശ് രാജൻ സന്നിധം ഭൂതസംഗമാകവേ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നേടുമേ സുപ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഓ സുപ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ധീരനായി കന്മനായി കാത്തിരുന്ന എന്റെ പ്രിയനേ, ധീരനായി കന്മനാശയായി കാത്തിരുന്ന എന്റെ പ്രിയനേ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരോ തിരുനാമീടുമേ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരോ തിരുനാമീടുമേ, ദൂരസംഗമാകവേ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നേടുമേ സുപ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ. ഓ സുപ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ. ഓ അവൻ പേർക്കായി സേവ, ഓ താതവൈന്റെ അവൻ പേർക്കായി ഓ താതവൈന്റെ ഓ തരുണോരോ ലോകകുമാര വിളങ്ങി ഞങ്ങളാൽ തരുണോരോ ലോകകുമാര വിളങ്ങിടും ഞങ്ങളാൽ അമൽ ഭൂതസിംഗ ഓ ഞങ്ങളെതി പൂരിത ദൈവം സുപ്ര I've got a home in glory land that outshines the sun. I've got a home in
കാന്തനോട് വാഴും കാലം എത്ര ആനന്ദം, ആനന്ദമേ നിത്യാനന്ദമേ. കാന്തനോട് വാഴും കാലം എത്ര ആനന്ദം, കേൾക്കാനായി കാഹളധ്വനി നാം പോകാനാ ഈ പാതളം വിട്ട് തേജസ്സേറുപുരേ. അവൻ കേൾക്കാനായി കാഹളധ്വനി നാം പോകാനാ ഈ പാതളം വിട്ട് തേജസ്സേറുപുരേ. ക്രിസ്തേശുവിനാൽ കഷ്ടം സഹിച്ചോ, നിത്യനിത്യങ്ങൾ വാഴും സ്വർഗ്ഗസിയോനിൽ. ക്രിസ്തേശുവിനാൽ കഷ്ടം സഹിച്ചോ, നിത്യനിത്യങ്ങൾ വാഴും സ്വർഗ്ഗസിയോനിൽ. കേൾക്കാനായി തൻ കാഹളധ്വനി നാം പോകാനായി ഈ പാതളം വിട്ട് തേജസ്സേറുപുരേ. അവൻ കേൾക്കാനായി തൻ കാഹളധ്വനി നീലം പോം കടകട പുറപ്പാട് പുസ്തകം 19 5, 6 വാക്യങ്ങൾ. Exodus 19, 5 and 6. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജത്വവും വിശുദ്ധ ജനവുമാകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാകുന്നു. ആമേൻ. സ്തോത്രം. ദൈവം രണ്ട് കാര്യം പറയുകയാണ്. God says here two things. ഒന്ന്, നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കും. You need to obey my voice. നിങ്ങൾ അങ്ങനെ ചെയ്താൽ And if you obey my voice, നിങ്ങൾ എനിക്ക് സമ്പത്തായിരിക്കും. and you will be a peculiar treasure to me. നിങ്ങളൊരു വിശുദ്ധ ജാതിയായിരിക്കും. You'll be a holy nation to me. ദൈവം ആഗ്രഹിച്ച കാര്യം ഈ പഴയ ഇസ്രായേലിനെ കൊണ്ട് സാധിക്കാൻ കഴിഞ്ഞില്ല. And what God intended of the Israel could not happen in their lives. അവരുടെ ജീവിതം ഈ വാക്ക് കേട്ട് അനുസരിക്കാനോ ദൈവത്തിൻ്റെ അനുസരിക്കാനോ അവൻ്റെ സാക്ഷിയാകാനോ കഴിഞ്ഞില്ല. They could not become the testimony of the Lord. They could not obey His precepts, His commandments, and they could not keep His covenant. They went astray from the word of the Lord. എന്ന് വിചാരിച്ച് ദൈവം തൻ്റെ പ്രോഗ്രാം മാറ്റിയില്ല. Praise the Lord. Just because a group of people never bothered to listen to God's voice or obey His voice, God never said, I'm going to throw away that promise or what intention I had towards mankind. I'm not going to remove that off. ദൈവത്തിൻ്റെ മനസ്സിലുള്ള ദൈവരാജ്യവും രാജകീയ പുരോഹിത വർഗവും ആ വിശുദ്ധ ജനവും വിശുദ്ധ രാഷ്ട്രവും ഇത് ദൈവം ആഗ്രഹിച്ചു. അത് യേശു ക്രിസ്തുവിൽ കൂടെ പിതാവാം ദൈവം സാധിപ്പിച്ചെടുത്തു. Praise the Lord. The intention, the plan that was there in the heart of God, that I need a peculiar people, I need a special treasure, I need a chosen generation, I need a royal priesthood for me to serve me. I need, when God had this plan in mind, when Israelites, the Old Testament saints, many of them drifted away from this. The Israelites drifted away from God's will. God never let that plan go in vain, but rather through the blood and through sacrificial lambs, a work done on the cross of Calvary, He was able to get the royal priesthood, the holy treasure, peculiar people. Matthew chapter 21, 42, 43, 44 വായിക്കാം. Matthew 21, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല്. എല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങൾ വചനം 42. നല്ലപോലെ Matthew 21, 42. വചനം നല്ലപോലെ പഠിക്കണേ. We വചനം need to observe the word of the Lord very keenly. We should listen carefully. ഇന്നലെ വിടുതലിന്റെ ശുശ്രൂഷയായിരുന്നു. Praise God. Yesterday in the evening, Saturdays in the evening, it's a deliverance meeting. ഡെലിവറൻസിനെ കുറിച്ച് വേറെ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ There's a lot of things to be said about it. നമ്മുടെ അടിസ്ഥാന ജീവിതത്തിൽ വചനം വളരെ ശ്രദ്ധിക്കണം. We need to, in order for a Christian foundation to be strong, we need our faith life to be built on the foundation. യേശു അവരോട് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല്. Jesus said unto them, 3 വാക്യം വായിക്കാം. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അടുത്തത്, ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും, അത് ആരുടെ മേലെങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കും എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ കാര്യം. Jesus Christ said these words. അവർ ഇസ്രായേൽ യഹൂദനോട് പറയുകയാണ്, He's telling the Jewish community, നിങ്ങൾ എന്നെ എടുത്തു കളഞ്ഞു.
You took this and threw it away, the stone. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മശിയെയും ദൈവരാജ്യത്തെയും നിരസിച്ചു. Which means that the Israelites, the Jewish community, they forsook the Messiah. They did not recognize he came unto his own, but his own did not receive him. അപ്പോൾ അതുകൊണ്ട് Hence, ദൈവം എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ, what did God do? ദൈവരാജ്യവും അതിന്റെ ശക്തിയും, The kingdom of God and the power of the kingdom of God. അതിന്റെ ശക്തിയും, The kingdom of God and the power of it. സുവിശേഷത്തോട് പ്രതികരിക്കുന്നവർക്ക് കൈമാറ്റം ചെയ്തു. Praise the Lord. What God did is he came unto his own, and his own never received him, but those that received him, to them gave he the power to become the children of God when God's word says so. Those that received the gospel is the good news about Jesus Christ, about his redemptive work done on the cross of Calvary. Those that received that, to them gave he the power to become his children. നിങ്ങൾക്ക് മനസ്സിലായോ? I hope നാം you understand. മാനസാന്തരപ്പെട്ടത് സുവിശേഷത്തിൽ കൂടി. Praise the Lord. We came into the repentance, born again experience. It's through the work of the Holy Spirit upon the word of God. നാം വീണ്ടും ജനിച്ചത് സുവിശേഷത്തിൽ കൂടി. We have been born through the water and the Spirit. The word of God and the Spirit is what the word of the Lord നാം says. സ്നാനപ്പെട്ടത് സുവിശേഷത്തിൽ കൂടി. It's through the gospel that you and I have been saved, and we witness Lord in water നാം baptism. ഒരു ദൈവ പൈതലായത്, സ്വർഗത്തിലെ സമ്പത്തായത്, നീതീകരിക്കപ്പെട്ടത്, വീണ്ടെടുക്കപ്പെട്ടത്, ദൈവിക സമാധാനം നമ്മളിലേക്ക് വന്നത്, ദൈവിക സമ്പത്തായത്, ശുദ്ധീകരിക്കപ്പെട്ടത്, കഴുകപ്പെട്ടത്, നിത്യതയ്ക്ക് അവകാശിയായത്, വിജയിക്കുവാൻ തക്കവണ്ണം ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിജയം നൽകിയതെല്ലാം സുവിശേഷം നിമിത്തം. Praise the Lord. Every work, starting from your born again experience, your repentance, your baptism, your redemptive work, your sanctification, your justification, being made righteous with God, being cleansed with the blood of his son, your inner man which was darkened once upon a time, that being enlightened, everything you being written in the book of life, everything came only after you and I received the gospel through the Holy Spirit within ourselves. That is when all this work started. Praise the Lord. നമ്മളിന്ന് ദൈവമക്കളായിട്ട് ഇതിനകത്തിരിക്കുന്നതിൻ്റെ കാരണം സുവിശേഷമാണ്. Praise the Lord. Today you and I are here in the church of God, be it here or any other church. It's because of the gospel, the good news about the redemptive work done on the cross of Calvary, and that's the reason we are seated in a church. എന്താണ് ആ സുവിശേഷം? What is the gospel? അതാണ് യേശു ക്രിസ്തുവാണ്. Praise the Lord. The gospel is none other. The main character or the important theme around the gospel is Jesus Christ and his work. യേശു ക്രിസ്തുവിൽ കൂടെ എനിക്ക് ലഭിച്ച ഈ പൊസിഷൻ, ഈ പദവിയാണ്, ഈ നിലയാണ് സുവിശേഷം. Praise the Lord. Gospel is nothing but you and I. We were in the miry clay. We were in the darkest pits ever. Nobody ever thought of us. Never did anyone consider us. But out of that came the light of the gospel. And through the gospel, he stretched out his hands and he lifted you out and you made you stand in Christ the rock. And that is the gospel. ഞാൻ ഈ ഒരു ദൈവ പൈതലായി തീർന്നത് കൊണ്ട് ദൈവം എന്നെ ഭൂമിയിൽ അനുഗ്രഹിച്ചു, വലിയ പദവി തന്നു, ദൈവം എനിക്ക് ഇഷ്ടം പോലെ വീട് തന്നു, കാറ് തന്നു, സമ്പത്ത് തന്നു. ഇതിനല്ല സുവിശേഷം നിന്റെ കാതുകളിൽ മുഴക്കിയത്, നീ ഒരു രാജകീയ പുരോഹിത. Praise the Lord. Hallelujah. It's not because he blessed me. It's not because when I searched my Lord, everything that was required for life and godliness he gave me. He gave me a house, he gave me multiple cars, he gave me this and that, everything we can boast about. That is not the reason why he took you from the pit that you were in the clutches of the evil one that you were in, under slavery that you were in Egypt that you were under slavery. He didn't do all this work to take you out and give you all this. He gave you this. But your focus is not in that, but rather, why did you choose me? Why did you pick me out from out of the many people? You should have a reason why. He chose you. It's not to give you all this. That he will give you, but that is not the main reason. അടുത്ത വാക്ക് ശ്രദ്ധിക്കുക. Observe the next verse. ക്രിസ്തുവിനോട് വിശ്വസ്തത പുലർത്തുന്നതിൽ പരാജയപ്പെടുകയും, if we have failed to be faithful to the work that was done, അവന്റെ നീതിയുള്ള വഴികൾ നിരസിക്കുകയും ചെയ്യുന്നവരിൽ നിന്ന്, and in the path that he shows you, the path of righteousness that he shows you, when you deviate from that path,
ദൈവരാജ്യവും അതിൻ്റെ ശക്തിയും എടുത്തു കളയും. You're taking out the power of the kingdom and the work done on the cross of Calvary from out of your life. അതിന് പകരം ലോകത്തിൽ നിന്ന് സ്വയം വേർപെടുത്തി ആദ്യം ദൈവരാജ്യവും അതിൻ്റെ നീതിയും അന്വേഷിക്കുന്ന ജനത്തിന് ദൈവം അത് നൽകും. Praise the Lord. Separating yourself from the world and seeking first the kingdom of God and His righteousness. That's how you come back onto the track and you're empowered with the Holy അതുകൊണ്ടാണ് Spirit. യേശു ക്രിസ്തു പറഞ്ഞ ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. And hence Jesus Christ said, seek ye first the kingdom of God and His righteousness, and all these things shall be added unto it. മത്തായി 5:6 എന്താ എഴുതിയിരിക്കുന്നത്? Matthew 5 verses 6. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാൻ, അവർക്ക് തൃപ്തി ലഭിക്കും. Praise the Lord. The word of the Lord says, blessed are they which hunger and thirst for righteousness, for they shall be filled. ആമേൻ. റോമറിലെ അതിന് 11-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ എല്ലാവരും വായിച്ച് നോക്കിക്കേ. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. Romans 11:19 onwards, it's in order to get me grafted in, you broke out the other branches. ആമേൻ. സുവിശേഷ നിമിത്തം ഈ പദവിയിലേക്ക് വന്നിരിക്കുന്ന ദൈവജനമേ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു വാണിംഗ് മുന്നറിയിപ്പ്, എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. വായിച്ചു. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. വിശ്വാസത്താൽ നീ നിൽക്കുന്നു. നമ്മൾ നിൽക്കുന്നത് എങ്ങനെയാ? Praise the Lord. Hallelujah. Many a times we boast saying that the Israelites were disobedient. They did not obey. They did not receive Jesus Christ as the Messiah. And for that reason, God cut them and threw them out. But God says, you, Gentile, whom I've grafted you into the branch, the olive branch, into me, I have grafted you. Do not be high-minded. Do not boast about yourself saying that He cast him off and put me in. No, not at all. Know that you're standing there by faith. If God did not take to choose and throw them away, how much more will He not cut you and throw you off? 21. The next verse says so. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ, യഥാർത്ഥത്തിൽ ഉള്ള കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. നിന്നെ എന്ന് പറയുന്നത് എന്നെ, Praise the Lord. Hallelujah. ജാതിയായിരുന്ന എന്നെ, സുവിശേഷ നിമിത്തം ഈ പദവിയിലേക്ക് വന്ന എന്നെ മാനസാന്തരപ്പെട്ട്, സ്വാഭാവികമായിട്ട് യോഗ്യതയില്ല, മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൽ കൂടെ വന്ന എന്നെ എന്ത് ചെയ്യാം? നിലനിന്നില്ലെങ്കിൽ, ഈ പദവി സൂക്ഷിച്ചില്ലെങ്കിൽ, ക്രിസ്തുവിൻ്റെ വിശ്വസ്തതയുമായി ചേർന്ന് നിന്നില്ലെങ്കിൽ, ആ മൂലക്കല്ലിനോട് ചേർന്ന് പണിയപ്പെട്ടില്ലെങ്കിൽ, അപ്പം നിങ്ങൾ എത്ര പേര് ചിന്തിക്കുന്നു, ഞാനിപ്പോൾ ഇതിനകത്തുണ്ടോ? Praise the Lord. ഞാൻ ഈ പദവിയിലുണ്ടോ? Praise the Lord. ഞാൻ ഈ എത്ര പേര് ചിന്തിക്കാൻ പറ്റും, ഞാൻ ഇതിനകത്തുണ്ടോ? ഞാൻ ഈ കല്ലുമായി യോജിച്ചിരിക്കുകയാണോ? Praise the Lord. The olive shows the actual Israelites, and they were not willing to bear the fruit as per the master's will. So they were cut off and they were thrown aside. And you, by grace and mercy and His faithfulness, He budded you, He grafted you into the main olive, the pure olive. And if you boast about, you take advantage of God's mercy and grace and faithfulness for having grafted you in, and you boast and you don't yield fruit at all, then understand the natural branch, if you could cut and throw it away into the fire, how much more you and me who have been grafted into the main olive, how much would you and I not be cut off if you and I are not faithful in everything that was done on the cross? നിങ്ങൾ മനസ്സിലാക്കണം. Do you understand? Praise the Lord. Praise the Lord. നമ്മുടെ ഇപ്പോൾ ഒരു പല്ല് ഊരിപ്പോയെന്നിരിക്കട്ടെ. Just presume that one of the tooth just came away, was just removed, just came off. പല്ല് കിട്ടിയാൽ, And if you get the tooth, അതിനെ ഒന്ന് ഈ ഉമനീര് ഉള്ള സ്ഥലത്ത് വായിക്കകത്ത് ഇട്ടുകൊണ്ട് സൂക്ഷിക്കുകയോ, so what, in order to have that cells alive, to keep that cell alive, those cells within the tooth alive, what they do, they put it into saliva under the tooth, അല്ലെങ്കിൽ പാലിന്, under the tongue, അല്ലെങ്കിൽ പാലിന്, or they might put it in milk, I suppose. എങ്കിലേ അതിനെ അതേ സ്ഥാനത്ത് അതേ ജീവനോട് അതിനെ പിരിയ വരുത്തും. And this has to happen within a couple of moments, I suppose, a couple of moments. And within that time,
if you don't put it into milk or into the saliva under your tongue, the chances are that the cells would die and you cannot use it again. But if you want to use it, you need to go to the dentist the right time with that tooth and give it to them to be fixed. എന്നാൽ ഈ പല്ല് ഈ പ്രകൃതിയുമായിട്ട് കാറ്റടിച്ച് അതിൻ്റെ ഈ പൊല്യൂഷനുമായിട്ടൊക്കെ ചേർന്ന് ഒരു അല്പസമയം കഴിഞ്ഞാൽ പിന്നെ അത് ഇതിനോട് യോജിപ്പിക്കാൻ പറ്റത്തില്ല. Like as I said earlier, if this is not given that life, if it's not retained, that life, the life cells are not retained within a couple of moments before the dentist can put it back, then it's of no use. It will become dead. If it, gets the air and the dust from outside, it will not stay alive. Cells will not. ഒരു കൈ മുറിഞ്ഞു പോയാൽ എത്ര നേരം എടുക്കും? അത് വീണ്ടും യോജിക്കണമെങ്കിൽ എത്ര നേരം നമ്മൾ ചെയ്യണം? ഉടനെ അധികം താമസിക്കാതെ. അപ്പോൾ ഈ ക്രിസ്തുവാകുന്ന ജീവനുള്ള മൂലക്കല്ലിൽ നിന്ന് അകന്ന് ഒരുപാട് ദൂരം പോയിരിക്കുമ്പോൾ നഷ്ടപ്പെട്ടത് ദൈവരാജ്യവും അതിൻ്റെ നീതിയും അതിൻ്റെ ശക്തിയും എന്നിൽ എന്ത് ചെയ്തു? കുറഞ്ഞുപോയി. Praise the Lord. When you went away from the cornerstone, when you said that you were grafted into the main olive, you were not willing to take in the nutrients from that and bear the yield that was required for which the master had joined you or grafted you. And you never wanted to be built with the cornerstone. The cornerstone has got a pattern. You didn't want to be built upon it like, the wise builder would build upon it accordingly. You never chose to be that. Just imagine what would be your condition. Will he continue building upon you or will he take you and throw you aside and me aside? ഹൃദയംഗമായി ചോദിക്കട്ടെ. Let me ask you from within my heart. മനസ്സിലായിട്ട് Those that have understood this, ഞാൻ ഈ കല്ലുമായിട്ട് ഈ സുവിശേഷ നിമിത്തം എനിക്ക് ലഭിച്ച ഈ പദവിയിൽ ഇരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെന്ന് ബോധ്യമുള്ള എത്ര പേര്? how many of you can say, I've been chosen by God with a particular reason to be a royal priesthood, to be a peculiar treasure, to be a peculiar group of people, to be a holy priest of the Lord? And how many of you can say, post this choosing of God into the kingdom of God, I have not been faithful in discharging my duties towards my calling? How many of you can say, sitting in the presence of God, knowing that He is watching you and me very closely, our intentions, our thoughts, our motives, our hearts, intentions, everything, how many of you can say, I have not been faithful? മനസ്സുകൊണ്ട് പറയാൻ പറ്റും. How many of you can say, Lord, I have not been faithful? നമ്മുടെ നിലമാറാൻ പോവാണ് കേട്ടോ. Praise the Lord. When you acknowledge before the Lord that, Lord, yes, I still need to accomplish much for you, that is when God will change your situation. ഞാൻ ഈ നിലമാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട് മാറ്റുന്ന രീതിയല്ല പറയുന്നത്. And when I tell you how God is going to change your situation, I'm not going to say that you've got 10 houses now. God is going to give you 20 more. Whatever is required, your dwelling, your shelter, food, clothing, shelter, more than enough. It's not about materialistic blessing I am speaking of. കൊണ്ട് ദൈവം ആഗ്രഹിച്ച കാര്യമാണ് നിലമാറ്റാൻ പോകുന്നത്. Praise the Lord. When I say God is going to change your stand, I mean to say that your spiritual stand, that's going to change. You're not going to remain stagnant. God is going to allow you to flow in your spiritual life. നമ്മളിപ്പോൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സൈക്കിളുമായി വാ, ഇനോവയായിട്ട് പോകും. ഇതൊക്കെയല്ല ഇവിടെ അതൊന്നും ഈ പുസ്തകം വിട്ടൊരു കാര്യം പറയത്തില്ലേ? Praise the Lord. എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തിലൂടെ പൈസ ഒന്നും ഞാൻ പിരിവൊന്നുമില്ല. പൈസ ഒരു കാര്യം പറഞ്ഞു വിട്ടു, ഇനി അതേക്കുറിച്ച് ഇവിടെ പറയത്തില്ല, അതൊന്നും വേറെ കാര്യം. പക്ഷെ ഇവിടെ അത്യാവശ്യമായിട്ട് വേണ്ടൊരു കാര്യമുണ്ട്. എൻ്റെ ദൈവം എന്നെ വിളിച്ച വിളിയിൽ ഞാൻ കാണണം. Praise the Lord. Hallelujah. This church is not a church which speaks about materialistic blessing, because as we heard from the word of the Lord a couple of minutes back, seek ye first His kingdom and His righteousness, and the rest of things will follow. And when you seek His kingdom, the things that follow, your heart will not go to it, because you're seeking Him first. So this church is not a church which teaches you that everything will follow, then you seek God. No, it's seek Him first, the rest of things will follow. This church doesn't preach prosperity gospel. ദൈവം എന്നെ ഇന്ന് വരെ തള്ളിയില്ല എന്ന് എത്രക്ക് മനസ്സിലായി? Praise the Lord. How many of you can say, Lord, it's by your grace, it's by your mercy, that even though I've not been able to yield the fruit that was required, after you budding me into the main olive, you still had me on. Years have gone by. The gardener came and said,
taken and thrown. The master came and said, cut off this tree. But the gardener said, no, Lord, give it one more year. Let her be there for one more year, and she will bear fruit for your kingdom. That is the reason why you and I are alive today. Else he would have cut you and me off. Hallelujah. 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 എന്നെ തള്ളിയിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു പ്രത്യാശയുടെ വാക്ക് ഞാൻ തരാം. ഇന്നും ആത്മാവിൻ്റെ ഒരളവെങ്കിലും നിന്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ അവൻ നിന്നെ തള്ളിക്കളഞ്ഞിട്ട്. Praise the Lord. If you've got even a small percentage of the anointing levels within your life, then understand he's not forsaken you altogether. ഒരു പഴയ നിയമത്തിൽ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറയാം. Let me share an example from the Old Testament. രാജസ്ഥാനത്ത് നിന്ന് ഞാൻ ശൗലിനെ തള്ളി ഇരിക്കെ നീ എത്രത്തോളം അവനെ കുറിച്ച് ദുഃഖിക്കും എന്ന് ശമൂവേലിനോട് ദൈവം ചോദിക്കുന്നു. അവനെ എന്ന് തള്ളിയോ അന്ന് ആത്മാവ് മാറി ദുരാത്മാവ് അവനിലേക്ക് വന്നു. ഇന്ന് രാവിലെ ദൈവാത്മാവുള്ളവർ മാത്രം ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. Hallelujah. Saul lamented over the fact that God, he wanted to take King Saul away from the throne, because he said that this king of which I put anointed to be the king of Israel had disobeyed me. I want to take him away from the throne, and I want to put in a man who is a man after my own heart. Samuel started crying, and the Lord told him, how long will you lament over this man from whom I've taken away the anointing? And child of God, understand, the moment the Lord took away the anointing from King Saul, the place was not empty, but it was replaced with the evil spirit. Praise the Lord. പരിശുദ്ധ എൻ്റെ ഹൃദയം നോക്കി സങ്കടപ്പെടുന്നു ആ കാര്യം, ആ സ്നേഹം ഓർക്കുമ്പോൾ. ഇത്ര സ്നേഹം ഇത്ര സ്നേഹം ഇത്ര സ്നേഹം ഇതുവരെ എന്നെ തള്ളിക്കളയാതെ കർത്താവേ, ഇത്ര സ്നേഹം ഓ മനുഷ്യൻ എന്നിൽ എന്ത് കണ്ടു കർത്താവേ? എന്നിൽ എന്ത് നന്മയാണ് കണ്ടത്? ഓ മനുഷ്യരിൽ എന്തു നന്മ. എത്ര പേര് ഹൃദയത്തിൽ ഒരു സങ്കടം ഉണ്ടാകും. ദൈവമേ, എന്നെ ഇതുവരെ ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് അവനോട് കൂടുതൽ അടുക്കുവാനും എന്നെ തിരഞ്ഞെടുത്തിനായി. Praise the Lord. Hallelujah. How many of you are sorrowed within your heart and say, Lord, I've rejected you many a times. I've been unfaithful to you many a times. I've gone astray after my own heart many a times. But still you never forsook me. You still have me close by you. I still want to come back, Lord. I seek your pardon. I seek, oh Lord God, forgiveness from you. I want to come back, Lord. How many of you would say so? The Holy Spirit, the power of God. When your presence comes closer. പേർക്ക് ജീവനുള്ള കല്ലായ ക്രിസ്തുമായിട്ടുള്ള വലിയൊരു സാധനം. Praise the Lord. മറ്റെല്ലാറ്റിനേക്കാളും throw it. എന്നോട് പൗലോസ് പറഞ്ഞതുപോലെ എടുത്ത് മാറ്റി നിന്റെ മനസ്സിൽ നിന്ന്. നിന്റെ ഏറ്റവും അതൊക്കെ നിനക്ക് ജീവിക്കാനുള്ളതെല്ലാം ദൈവം കരുതി തന്നിരിക്കല്ലേ. നിന്റെ മൈൻഡ് ഔട്ട് ആണ്. യേശുവായിട്ടുള്ള നല്ല ബന്ധത്തിലേക്ക് the power of God, the Holy Ghost. Hallelujah. Praise the Lord. ആ ദൈവ സാന്നിധ്യം, The presence of the Holy Spirit. ആമേൻ. അതിനെ തടയുന്നത് എന്താണ് എൻ്റെ മൈൻഡിലുള്ളത്? What is there that is a blockage which is preventing the flow of the Holy Spirit from coming into my life? What is it that's a hindrance there that's blocking? എൻ്റെ ആവശ്യം, നമ്മളിപ്പോൾ അങ്ങനെ പറഞ്ഞു, എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിന് കിളിവാതിൽ തുറന്ന് എനിക്ക് സമൃദ്ധിയായി നൽകുന്ന ഈ ദൈവം എന്നെ കാക്കിയും കുരുകിലിനെയും നിങ്ങൾ നോക്കുവിൻ. നമ്മിൽ വയലിലെ സസ്യലലാദികളെ അവൻ ഇങ്ങനെ ചമയിക്കുന്നെങ്കിൽ മനുഷ്യ അവൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച നിന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് വിചാരമില്ലയോ? Praise the Lord. Why are you burdened about what is going to happen tomorrow? Solomon, in his wisest knowledge, he could never ever create or have and adorn himself with a garment like the flowers, the wild flowers of the fields, how they adorn themselves with all those various colors that nobody has ever seen. If
that could be the thing. And if the sparrow of the air, they don't have to bother about what to sow and what to reap in order to eat their food. If your good Father takes care of the sparrows of the skies of the air, how much more wouldn't He bother about you, worry about you, or care for you? Then why are you worried about what to eat and what to drink and what to wear? Rather than that, seek ye first His kingdom, and the rest of things shall follow you. No doubt, it will follow you. ദൈവമേ, എനിക്ക് ആ പദവി മതി. Lord, that position, being the royal priesthood, the peculiar group of people, എനിക്കത് വിട്ടുപോകാൻ the പാടില്ല. treasure. I don't want a holy nation. ഇതിനകത്ത് Apart from that, nothing ദൈവം തന്ന else. ജോലി വിടണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ പോകണമെന്നല്ല. എല്ലാവർക്കും ദൈവം തരുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. സത്യത്തിൽ നമുക്ക് ഉപജീവന മാർഗങ്ങളുണ്ട്. പക്ഷെ എല്ലാത്തിലും അധികമായി എൻ്റെ ഹൃദയം യേശുമായും അവൻ എനിക്ക് തന്ന പൊസിഷനും മറക്കല്ലേ. Praise the Lord. You need a house, you need a shelter, you need food, you need clothing. The basic necessities of life, He would give it to you. Not that you should not have a career, you should not accumulate, or you should not save things for your children and your future, whatever comes up in your life. Not that, but about everything else. As Pastor always says, in a day, what is it that you give a lot of importance to? That occupies the throne of your heart. Hallelujah. പലരും ഇപ്പം ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ പതുക്കെ ഒരു പാട്ട് പാടുകയാണ് ഇരിക്കട്ടെ. ഇപ്പം ഞാൻ ഇന്ന് പാടിയ ഞാനിപ്പോൾ ഈ പാട്ട് പാടിയ വലിയ ശക്തിയൊന്നും വരത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. എന്നെ രക്ഷിപ്പാൻ ഉന്നതം വിട്ടു മന്നീതത്തിൽ ഗത്തിൽ നിന്നിറ വന്നതു നിൻ സ്നേഹമേ. ഇപ്പം ഇത്രയും പാടിക്കഴിഞ്ഞാൽ പെന്തക്കോസ്തുകാർക്ക് ഇത് ഇഷ്ടപ്പെടത്തില്ല. പെന്തക്കോസ്തുകാർക്ക് പാടണം ഇതടിച്ചെങ്കിലേ എവർക്ക് ഈ ആത്മാവ് വരത്തുള്ളൂ. ഞാൻ ഒറിജിനൽ പെന്തക്കോസ്തുകാരനാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ ദൈവ സാന്നിധ്യത്തിൽ ഒരാഴ്ച മൊത്തം ഇരുന്ന വ്യക്തിക്ക് ഇതിലും സ്ലോവിൽ പാടിയാലും Praise you, Lord. Hallelujah. The slow song, which means in order to draw me closer to your throne, Father Lord God, the price that was paid on the cross of Calvary. When you meditate upon those words, as I said yesterday, your inner man, it stirs within. Because he is one, the inner man is one that rejoices knowing the price that was paid on the cross of Calvary. But for Pentecostals these days, they would like a song with beats and rhythm and fast sung songs, all of this to stir the external being. That actually gets your hand and your foot moving, but the inner man is not stirred unless you understand the word of God. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം വന്ന് ചർച്ച ഇരിക്കുന്നവർക്ക് എന്താ അതിശയമേ ഇങ്ങനെ പാടിയില്ലെങ്കിൽ ഒരു ഉണർവുമില്ല. പിന്നെ ഇതൊക്കെ അങ്ങോട്ട് അടിച്ച് വെരുപ്പിച്ചില്ലേ പറയും പാസ്റ്ററെ ഒരു ഞാഞ്ഞാവുഞ്ഞാന്നൊരു പാട്ട്. എടാ എനിക്കിതൊക്കെ ആകർഷിക്ക എന്നെ പ്രിയ രക്ഷക Lord, draw me closer. For a person Monday through Saturday living in the world and coming to Sunday on a church, a pastor sings a slow song like this: Lord, draw me closer to your cross, to the nail-pierced hands, draw me closer to you. And when a child of God, Monday through Saturday, having lived in the presence of God, being always engulfed with the presence of God, even if it's going to be a slow song, when he comes into the presence of God, his heart rejoices so much that you don't need any instruments. You don't need anyone to be with you. You will be stirred in the spirit so much. Okay, so you don't need fast beats. You don't need fast songs. Slow songs with meanings. The word of God is more than enough. നിങ്ങൾ രണ്ടുപേരോട് ഞാൻ ചോദ്യം ചോദിക്കുക. നിങ്ങൾ ഈ ആരാധന കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾ ആദ്യം സംസാരിക്കുന്ന എന്തുമായിരിക്കും? യെസ് ആൻറ്റി,
എന്താ കാര്യം എന്നറിയുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും കണ്ണ് എൻ്റെ അടുത്തോട്ടിരിക്കുക. ഇപ്പോൾ ഒരാൾ അവിടെ നിന്നോട്ട് ഇറങ്ങി വരുമ്പം അവിടെ ഇരിക്കുന്നിടം വരെ കണ്ണെ നോക്കിക്കൊണ്ടിരിക്കുക. ഇനി അവിടുന്ന് ഒരാൾ കയറി വരുമ്പോൾ ആദ്യം ഇങ്ങനെ നോക്കുന്ന ഒരു വചനമല്ല പറയുന്നത്. അവരെ വീട്ടിൽ ചെന്ന് ആദ്യം പറയുന്നത്, അവളെ കൊച്ചിനെ എടുത്തുകൊണ്ട് വരുന്നുണ്ടായിരുന്നോ? ഒരു പ്രയോജനമില്ലാതെ, വളർച്ചയില്ലാതെ, ഉയർച്ചയില്ല സഭയിൽ. എടാ, നീ ഇത് നോക്കാനല്ല ഇതിനകത്ത് വന്നത്. ഒറ്റ വ്യക്തികളെ കുറിച്ച്, അവിടെ വേഷത്തെ അതൊക്കെ ഞാൻ നോക്കിക്കോളാം. വ്യക്തികളെ കുറിച്ചോ അവിടെ ഇരിപ്പിനെ നിപ്പിനെ പോകുന്നതും വരും നീ നോക്കരുത്. നിന്റെ ലക്ഷ്യം നിന്റെ പൊസിഷനാണ്. Praise the Lord, hallelujah. You ask uncle and auntie, what will you go, the first thing that you will speak? They would be speaking, saying, we would be speaking about what the Lord spoke to us today. But every other person, someone comes out from the room, they look at them till the time they're seated, until the time they go around, whatever it is. You keep looking here and there, here and there. What attention are you paying to the word of God? Would you do this in your office place? How attentive you would be. Why? You need an appraisal, you need a promotion, you need this and that. For that you will be very attentive. You'll do everything required. Some of them will be behind their bosses also all the time. ആദ്യം Everything വീട്ടിൽ you will do. ചെന്നിട്ട് കുടുംബമായിട്ടുള്ളവരൊക്കെ കുടുംബമായിട്ട് നിന്നുകൊണ്ട് സ്തോത്രം ദൈവമേ, ഇന്ന് ഞങ്ങൾ ആ വീട്ടിലോട്ട് കയറി അങ്ങോട്ട് പറയണം, ദൈവമേ എനിക്ക് അന്ന് വചനത്തിനായി സ്തോത്രം. ഇതാ Praise the Lord. നമ്മുടെ നിലകളങ്ങ് Hallelujah. The moment you get in, don't get to sit or speak to anybody if you can. Just go by yourself into your room and say, Lord, thank you, Lord. Thank you for the word that you gave to me today. I don't want to speak to anybody else, Lord. I want to tell you a thank you for the food that you gave me to be sustained over this week. More than speaking to anybody else, go into your rooms, close the door, and speak to him saying, thank you for the word. Thank you for what you've done to me today. The Hallelujah. life you gave, all of this. മനസ്സിലായി. നമ്മൾ ഈ ദൈവമക്കൾ എന്നൊക്കെ പറഞ്ഞ പേഴ്സണാലിറ്റി, ആ വ്യക്തിത്വം, അവിടെ വീട്ടിൽ നമ്മൾ പഴങ്കഞ്ഞി കുടിക്കുകയോ, പഴങ്കഞ്ഞി എന്നൊക്കെ പറഞ്ഞാൽ അറിയാമോ? ഇനി ഇംഗ്ലീഷ് ഒന്നും എനിക്കറിയണം. പഴങ്കഞ്ഞിയുടെ അപ്പം അത് കുടിക്കുകയോ, നമ്മൾ ഓലപ്പര കിടക്കുന്നവരായിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ സന്നിധി വരുമ്പോൾ we are child of God. Praise the Lord. No matter what you have, whether you've got scarcity of food in your house, you might be living in a shack, you might be not even having proper clothing, your work wise too, you might not have anything to boast about. But when you come to the presence of God, you've got one thing to boast about, that I might be nothing in my house, nothing in my workplace, nothing elsewhere. But when I come into the church of God, I am the daughter of the sovereign King, of the King of Kings. I am the daughter of the creator of the entire universe. You should take pride in it and worship him. Don't look hither and thither. അടുത്ത ആഴ്ച നിങ്ങൾ ഇവിടെ വരുമ്പോൾ, Next week when you come to the church, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങളിൽ കൂടെ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യം പറയണം ഇവിടെ. praise the Lord. When you do this, when you inculcate this practice within your life, then next week you'll be able to come to the church of God and say, yes, this week was very triumphant. I was able to triumph over many things, that battles that came into my life, I overcame every hurdle and I moved forward. You will be able to say so. ശിഷ്യന്മാരും എന്ന് പറയാ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. The disciples came to Jesus and said, Jesus, do you know that even the demons, they were willing to be submissive under us. In your name, we were able to cast them out. യേശു പറയാണ്, Jesus tells them, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങിയ ഒരു കാര്യമുണ്ട്. the reason why these demons were subdued under you, they were willing to be under you, is because നീ രക്ഷിക്കപ്പെട്ട നാളിലുണ്ടല്ലോ, the day you were saved, നീ സ്വർഗ്ഗത്തിൽ നിന്റെ പേരെഴുതി. hallelujah. The reason being, why the demons tremble at my name before you is because when you received me as your personal savior, when you got into that baptism tank and you said, I confess with my mouth that Jesus Christ is Lord, and I believe in my heart that God raised him up from the dead, that very moment in the book of life, leave alone the membership of the church, your name was written in the church records, leave that. But above all else, your name was written in the book of life. And because of that, the demons were submissive to you. ദൈവരാജ്യവും ദൈവത്തിന്റെ നീതിയും, God's kingdom, ദൈവശക്തി, God's righteousness, ദൈവശക്തി. God's power.
നിങ്ങളുടെ ഓഫീസിൽ വെളിപ്പെടുത്തിയ ആരെങ്കിലും Praise the Lord. When you walk into your office, you're able to draw many into Christ Jesus. That is something you've done for God. ദൈവം നിനക്ക് നൽകിയ ബുദ്ധിയും കഴിവും ശക്തിയും നിന്റെ വിവേകവും ഒക്കെ നീ ഓഫീസിൽ വെളിപ്പെടുത്തി അവർ നിനക്ക് പ്രമോഷൻ തന്ന് നിന്നെ ഉയർത്തി ശമ്പളം വർദ്ധിപ്പിച്ച് ലക്ഷങ്ങൾ നീ വാങ്ങുമ്പോൾ സ്വർഗം നിനക്ക് തന്ന പദവിയുടെ പുരോഗതി പ്രാപിച്ച ഒരാളെങ്കിലും ഉണ്ടകത്തുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ അവൻ ഞാനിത പുരോഗതിയിൽ മൂലക്കല്ലായ ക്രിസ്തുവിനോട് ചേർന്ന് പൊന്ന് വെള്ളി വിലയേറിയ കല്ലുകളാൽ ദൈവരാജ്യ പണിയുവാൻ എനിക്ക് കഴിഞ്ഞു. The fire of God. We say in our workplaces, I've gone, I've achieved this, I've done this, I've taken up this, I've done things impossible which others could not do, and then there's a promotion. The company will make benefit out of you, you will make benefit of the company, and one fine day, as we heard Brother Jaykumar say today, that you will hear that some of them are going to be retrenched, some of them are going to be thrown away due to economic downturn. We had to lay off some of them, and then you would think, all my toil, all these 60 years of my life has just gone down the drain. I accumulated wealth, all of this, but what happened to my spiritual life? It's nothing at all. And it's time now, 60 years and 70 years, it's time for me to fly home. What am I going to do for the Lord now? All your youthful days, energy, you wasted for your organization. Time to go home. അങ്ങളെ ഈ സുവിശേഷം എന്നിൽ വേസ്റ്റായി മാറുകയാണോ? Praise the Lord. Is this gospel redemptive work done on the cross of Calvary? Has it become vain in my life? How many of them in your workplaces you've earned many for Christ Jesus? How many of you can say that redemptive work, the gospel that I heard, that the saving work that was done in my life, I was able to bring many more to God? ദൈവസ്നേഹം എന്നോട് കാണിച്ച ദൈവസ്നേഹം എന്നെ ദത്തെടുക്കാൻ, എന്നെ അവൻ്റെ മകനാക്കി എടുക്കാൻ, കാൽവറി കുരിശിൽ എന്നോട് കാണിച്ച സ്നേഹം, എൻ്റെ ക്രിസ്തുവിൻ്റെ കഷ്ടത, അവൻ്റെ രക്തം, അവൻ നിമിത്തം എന്നെ എടുത്തി പദവിയിലേക്ക് ദൈവം ഏൽപ്പിച്ചതൊക്കെയും നഷ്ടമാകണമോ? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? വേണ്ട, എനിക്ക് അവൻ എന്നെ തിരഞ്ഞെടുത്ത് അവൻ എന്നെ വിളിച്ച് ഈ പദവി വിട്ട് എനിക്ക് വേണ്ട. ഞാൻ ജോലി സ്ഥലത്തിരുന്നാലും, ഞാൻ എവിടെ പോയാലും, യാത്ര ചെയ്യുമ്പോഴും, ഏത് പൊസിഷനിൽ ദൈവം എന്നെ ഉയർത്തിയാലും എനിക്ക് ദൈവം തന്ന പദവി വിട്ട് എനിക്കൊരു പദവി വേണ്ട. ദൈവഗണങ്ങളിൽ സമർപ്പിക്കാൻ എത്ര പേരുണ്ട് ഈ രാവിലെ സമയം വചനത്തിന് മുൻപിൽ? The power of God. How many of you can say the redemptive work, the work done on the cross of Calvary, to the last drop of blood was shed on the cross, and he said, it is finished. Everything he finished for you and me, even to the ones that have to be born on this earth, he finished the redemptive work on the cross, and he said, it is finished. Have you and I given anything in return? Have you shared the gospel to at least one person that you've come across in your life? How have you used the talent or the price that was paid for you on the cross? Today he is a merciful, graceful, he is a loving stone, cornerstone. He is merciful, he is graceful. Hallelujah! As John saw in the book of Revelation, from being the servanthood, the girdle has moved up to his chest. The sash has moved to his chest, which show he's going to come as a judge. Praise the Lord! He came earlier for the sinners. He came as a lamb to be slain. But now he is no longer going to come as a servant or a lamb to be slain. But he is going to come as a King of Kings and the Lord of Lords to judge everyone according to his work that he's done. ഞാൻ ഈ പറയുന്നതൊക്കെ എത്ര പേർക്ക് മനസ്സിലാകുന്നു എന്ന് എനിക്കറിയില്ല. I really don't know how many. മുഖമൊക്കെ കണ്ടിട്ട് ഒരു തിരിച്ചറിവില്ലാത്ത മുഖം പോലെ ഇരിക്കുന്നു. Looking at some of the faces, you seem blank. You don't know what's happening. You're in your own world. You don't know what's happening. എന്തായാലും എനിക്ക് ഈ ഇങ്ങനെയുള്ള താഴോട്ട് പോകാൻ ഉദ്ദേശമില്ല. Praise the Lord. Here, when pastor is preaching or I'm translating, I'm receiving the word to my own life, and I don't want to go down. I want to go up in my spiritual life. എൻ്റെ മെസ്സേജ് ഈ നിലയിൽ നിന്ന് താഴോട്ട് പോകാൻ ആഗ്രഹമില്ല. This message, I don't want to go to, even the initial basics,
of the Bible, born again experience, baptism, repentance, all of this being, anointed, this, that, I don't want to go to the basic again. I want, as grown-ups, drinking the pure milk, growing in the Lord. അവൻ്റെ ആത്മീയ അധികാരവും അനുഗ്രഹങ്ങളും അടങ്ങിയതാണ്. His spiritual authority and his spiritual blessings are there within. The authority and ruling and blessing. അവൻ്റെ ഭരണം, അവൻ്റെ അധികാരം, അവൻ്റെ അനുഗ്രഹം, blessing. All of this is there within. ഇതെല്ലാം നമ്മളിലേക്ക് വരുന്നത് All of this comes within our lives. ഈ പദവിയിൽ നമ്മൾ വരുമ്പോഴാണ്. Okay, all of this blessings, the spiritual authority and everything would come only when we come to the place where He has ordained us to come into. ബേബി ജോൺ ബ്രദർ ആർമിയിലായിരുന്നു, അങ്കിള് കേരളങ്ങള്. അവരിൽ ആ പദവിയിൽ വന്നപ്പോൾ അവരുടെ പൊസിഷൻ, അവരുടെ യൂണിഫോം, അവരുടെ അധികാരങ്ങൾ എല്ലാം വ്യത്യസ്തങ്ങളായി മാറിയതുപോലെ. Those working in the armed forces, when they come to a particular designation that they've been ordained, appointed for, then they would get their uniforms accordingly, their badges and all the recognitions accordingly. സൂര്യ നീ അയ്യായിലും താഴ്വരയിലും, ചന്ദ്ര നീ ഗിബയോനിലും നിൽക്ക. എന്താ കാരണം എന്നറിയാമോ? പൊസിഷൻ ഫ്രം ഹെവൻ. Praise the Lord. When Joshua commanded during the war that was taking place, he commanded the sun and the moon to remain there. They obeyed. It's because Joshua had taken over as a commander of the kingdom of God. And when he commanded, the sun and the moon stood still. ഞാൻ പറഞ്ഞല്ലാതെ ഇനി ഭൂമിയിൽ മഴയും മഞ്ഞും പെയ്യല. Elijah said, till the time I say, neither there shall there be rain nor dew from heaven, is what Elijah, the great prophet, the man of God, said. യേശുവിന്റെ നാമത്തിൽ നീ എഴുതും. The power of God, ദൈവരാജ്യത്തിന്റെ ശക്തി ഇന്ന് നിന്നിൽ നിന്നും പുറപ്പെടുവാൻ, ന്യായവിധി കൽപ്പിക്കാൻ, ജനത്തിന് വിടുതൽ കൽപ്പിക്കാൻ, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി ദൈവമേൽപ്പിച്ച ദൈവിക ഭരണം, ദൈവിക അധികാരം, ദൈവിക അനുഗ്രഹങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? How many of us would like to take on that role for which you were called? The reason why you were called to exercise the power of God on this earth and to show that He is the Lord who works through your life, and that He is the only King, He is the only God who can do signs and wonders. When He has chosen you to be the vessel for His work, what have you done? Are you willing today to take on that responsibility? ഇത് പ്രയോജനപ്പെടുത്താൻ, ഈ ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയാതെ പോയ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ നിന്ന് ദൈവം എന്ത് ചെയ്തു? ഇത് തിരിച്ചെടുത്തു. Praise the Lord. The Israelites, He wanted them. He said, I'm choosing you. Children of Israel, listen. I'm choosing you to be a royal priesthood, a peculiar treasure, a peculiar group of people to the Lord. And you should follow my decrees and my commandments and keep my covenant, is what He told them. And when they said, no, we do not want to be gathered under you, we don't want to be obedient to you, we want our own ways, then God took that and He gave it to us, His children. തിരിച്ചെടുത്തിട്ട് He took it from them. സുവിശേഷത്തിൽ Praise the Lord. Hallelujah. Through the work done on the cross of Calvary, when you were willing to listen and obey, He took it from them and gave it to you. നമുക്ക് നൽകി. He gave it to us. കാട്ടൊലിവ ഇരുന്ന എന്നെ നാട്ടൊലിവോടവനൊട്ടിച്ചു, കാട്ടൊലിവായിരുന്ന എന്നെ നാട്ടൊലിവോടവനൊട്ടിച്ചു, സൽഫലം കായ്ച്ചുലഞ്ഞിടട്ടെ, വല്ലഭനുല്ലാസമാകട്ടെ. നമ്മൾ ഈ കാണുന്ന ആദിമ സഭയിലെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ, ആയിരങ്ങൾ സുവിശേഷം കേട്ട് ക്രിസ്തുവിങ്കിലേക്ക് വരുന്ന ദൈവരാജ്യത്തിൻ്റെ ഭരണവും അവൻ്റെ അധികാരവും അവൻ്റെ അനുഗ്രഹങ്ങളും പ്രാപിച്ച അപ്പോസ്തലന്മാരിൽ കൂടെ ദൈവ
ദൈവസഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തതാണ് ആദിമസഭ. എന്നാൽ ഇന്ന് നമ്മൾ പറയുന്ന സാക്ഷ്യത്തിൽ എന്നെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിച്ചു. ആ ദേശത്തൊന്നും ആൾക്കാർക്ക് പാർക്കാൻ കഴിയാത്തതുപോലെ ഞങ്ങൾക്ക് ധാരാളം വീടുകളും സൈറ്റുകളും വയലുകളും ഇതൊക്കെ തന്നു. യെശയ്യാപ്രവചനത്തിൽ വായിച്ചിട്ടുണ്ടല്ലോ, വയലുകളൊക്കെ ഞങ്ങൾക്ക് തന്നു, ഭൂമിയിൽ ആർക്കും പാർക്കാൻ കഴിയാതെ വണ്ണം. മനസ്സിലായോ? ഇന്ന് പുരോഹിതന്മാരും പലതും ചെയ്ത അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൊണ്ട് നിറച്ചു. ദൈവം ആഗ്രഹിച്ച കാര്യം നടന്നില്ല. Praise the Lord. The earlier church, they had so many things to say about. They had so many things to say that we went walking by, we had the lame man up, we had no silver, we had no gold. But in the name of Jesus, when we commanded, they rose up and they started walking. So many testimonies. The New Testament earlier church had to say. Today the church will say, I've added field to field. I've added houses upon houses, and there is no more houses nearby. Nobody dwelling near my place, because every house that was there in the row, I purchased. God has blessed me abundantly with all the riches from heaven. This is what we've got to boast about the riches on the earth. യഥാർത്ഥത്തിൽ എന്നെ ദൈവം അനുഗ്രഹിച്ചെന്ന്, എൻ്റെ കഴിവല്ല, എൻ്റെ ബുദ്ധിയല്ല, എൻ്റെ ജ്ഞാനമല്ല, എൻ്റെ അറിവല്ല, എൻ്റെ പ്രയത്നമല്ല, എന്നെ ദൈവമാണ് അനുഗ്രഹിച്ചെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? Anyone here who can say, it's not by my wisdom, it's not by my knowledge, it's not by my education, it's not by every talent I have, it's not by my personality, it's not by my hard work, it's only your grace that I am what I am today, is purely because of your special love towards me, my Lord. I have nothing to boast about in this life. ഒരിക്കലും നിങ്ങളെ നിന്റെ കൈ കൊണ്ട്, നിന്റെ കഴിവുകൊണ്ട്, നിന്റെ ബലം കൊണ്ടെന്ന് പറയുന്നവരാരും ഈ ചർച്ചിൽ വരാതിരിക്കട്ടെ. Let those who say that it's by my might, by mine, it's because of me, it's because of this, because of that, never let, Lord, any one person come into this church that boasts in his own skill set, in his own wisdom, in its own everything that he's got. Let not even one person come into this church with that mentality. എന്നെ ദൈവം അനുഗ്രഹിച്ചു. God bless me. പക്ഷെ ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ ഇന്നുവരെ പ്രയോജനപ്പെട്ടില്ല. God bless me, but what have I given in return for the expansion of his ഈ kingdom? പദവിയിൽ നീ വന്നില്ലായിരുന്നെങ്കിൽ, If you and I would not have been chosen by him, and if we wouldn't have come into this place where you and I are in today, അലർന്ന സിംഹം നിന്റെ മുമ്പിൽ വന്നായിരുന്നു. praise the Lord, the roaring lion, devil like a roaring lion, seeking whom to devour. കടിച്ചു കീറുന്ന ചെന്നായി നിന്നെ കടിച്ചു കീറാൻ വന്നിരുന്നു. The jackals, the wolves, all of these came to tear you apart. വേട്ടക്കാരന്റെ കെണി, From the snare to the fowler, നശിപ്പിക്കുന്ന സംഹാരകൻ, from the noisome pestilence, രാത്രിയിലെ ഭയം, for the destruction that comes by night. എന്ന് വേണ്ട എന്തെല്ലാം കാര്യങ്ങൾ ഈ യാത്രയിലുണ്ടായി. What all could have come in your life? പക്ഷെ എന്നെ ഒന്നും തൊട്ടില്ല. Praise the Lord. All of this had this purpose in mind, to tear you apart and to kill you, but God didn't allow that. ഒരു മുദ്ര നിന്റെ മേലുണ്ട്. Hallelujah. You know why? There was a stamp that was sealed upon you for the day of redemption that has been sealed. The property of God. That you belong to. The property of God. You've been purchased with a You are the price. property of God. The fire of God has replaced the life in yours. ഈ രാവിലെ സമയം എത്ര പേർക്ക് മനസ്സിലായി ദൈവം നിനക്ക് ചെയ്ത നന്മകൾ എത്ര വലുതാണ്, ദൈവം നിനക്ക് എന്ന ഉപകാരം എത്ര വലുതാണ്. ഈ രാവിലെ മതിയം, ഈ പകല് എത്ര പേർക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹമുണ്ട്? How many forgot a desire that, Lord, I've been purchased with a price. I'm not mine own. I belong to you now because you paid a price for it. I cannot run away. I'm now a slave under the task, not the evil taskmaster, but under a loving master. And I need to pay everything back for the price that you purchased me.